പറയേണ്ട കാര്യമില്ല, എല്ലാം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. ഷാജിയണ്ണൻ അതുപോലെ തന്നെ വിനോദണ്ണൻ. അരുണെ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളുടെ കരുനാഗപ്പള്ളി, നിങ്ങളുടെയൊക്കെ വലിയ ആരാധകനാണ് ഞാൻ. എന്തായാലും അടിപൊളി. ഇതിൽ ആരൊക്കെയാണ് നല്ല പാട്ടുകാര് കോൺഫിഡന്റ് ആയിട്ട് കൈബന്ധിക്കാൻ പറ്റും? ഞാൻ പറയാം, ബിനീഷ് ബാസ്റ്റിൻ. അതെന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന് ഒരിക്കലും കോപ്പിറൈറ്റ് വരില്ല അദ്ദേഹം പാട്ട് പാടിയാൽ. കാരണം ഒറ്റ പാട്ടിനും താളമില്ല. ലോകത്ത് കോപ്പിറൈറ്റ് അടിക്കാത്ത ഒരേ ഒരു സിംഗറാണ് ബിനീഷ് ബാസ്റ്റിൻ. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം. ശരി, അങ്ങനെയാണെങ്കിൽ സൂപ്പർ ഷോയിൽ നമ്മളിനി പോകാൻ പോണ ഗെയിമിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഒരു മ്യൂസിക്കൽ റൂട്ടാണ്. മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് സാധാരണ അകാരം എന്ന് പറയുമ്പോ അങ്ങനെയല്ല അകാരം, ഇതങ്ങനെയല്ല. ഇതാണ് ഈ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ. ലക്ഷ്മി ഒന്ന് വരും, ഒന്നുകൂടി കാണിക്കൂ. എല്ലാവരും കൈയടിക്കോ. ലക്ഷ്മി ആദ്യമായിട്ട് കയറിയിട്ട് അകാരം കാണിക്കുന്നതായിരിക്കും. നിങ്ങൾ എങ്ങനെ ഇരിക്കണ്ടേന്നുള്ളത് ഞാൻ കാണിച്ചു തരാണ് കേട്ടോ. എന്റെ ഒരു ടെലിപാട്ട് ആദ്യം ആ പാട്ട് അല്ലാതെ പാട്. അന്തിക്കടപ്പുറത്തോരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? കുട്ടി നന്നായിട്ട് പാടുന്നുണ്ട്. ഇനിയാണ് പാട്ട്. ഇവിടെയാണ് ഈ ഒരു ഗെയിമിന്റെ പ്രസക്തമായ ഒരു ഭാഗം എന്ന് പറയുന്നത്. അന്തിക്കടപ്പുറത്തോരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ്? ആരാണ്? ഞാനല്ല, ചേച്ചി വർഷം കഴിയുമ്പോ ഇങ്ങനെ പാടും. ഇനി മോളെങ്ങനെയാ പാടാന്നുള്ളത് ഞാൻ വന്നിട്ട് കാണാം. എനിക്ക് ഇറ്റ്സ് നോട്ട് എൻ ഈസി ടാസ്ക്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ഗെയിം കളിക്കേണ്ടത്. ഇത് തികച്ചും നാച്ചുറൽ ആണ്. ഇതൊരു വൈബ്രേറ്റർ ആണ്. അപ്പൊ ഈ വൈബ്രേറ്ററിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ഇവര് പെർഫോം ചെയ്യേണ്ടത്. പക്ഷെ അതിന് മുമ്പ് ഒരു ടാസ്കും കൂടി ഉണ്ട്. ടാസ്ക് എന്താന്ന് കൂടെ പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മൾ ഇമോജീസ് വെച്ചിട്ടാണ് ഓൾ ടോട്ടൽ ഈ ഒരു ഗെയിം കളിക്കാൻ പോണേ. ക്യൂബ്സ് പോലെ നമ്മൾ ഓരോ ബ്ലോക്കുകളാണ് ഇവിടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. സ്വിച്ച് ചെയ്ത് പോവാം. ആദ്യം ഒരു ഇമോജി വരും. ആ ഇമോജി വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു വൈൽഡ് ഗെസ് ഉണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് പാട്ട് പാടാം. ഇല്ലെങ്കിൽ ആ പാട്ടിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള അടുത്ത ഇമോജി വരും. അപ്പം തന്നെ ചെയ്യേണ്ടത് ഓടിപ്പോയി ഇവിടെ ഒരു പ്രോപ്പർട്ടി നമ്മൾ വെക്കും. മണിയാണ്. മണി അടിച്ച് ഒരു ഇൻറ്റിമേഷൻ കൊടുക്കുക, ഞാനാണ് പാടാൻ പോകുന്നത്. എന്നിട്ട് നേരെ വന്നിട്ട് ഡയറക്റ്റ് നമ്മുടെ വൈബ്രേറ്ററിൽ ഇരിക്കുക, പാട്ട് പാടും. ഡയറക്ടർ ഇരിക്കോ എന്ന് പറയാൻ Moving on to the game and that is Kulakita Kapta. Okay, ready? Let's get started. പൂച്ച. പതുക്കെ പറഞ്ഞാൽ മതി. എന്തെങ്കിലും കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് വന്ന് പാടാം. അതല്ല നെക്സ്റ്റ് ഓപ്ഷനിലേക്ക് പോകണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. മണി അടിച്ചിട്ട് വേണം പാടാൻ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്. പൂച്ച 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 പെണ്ണെ പുലിയാണു ഞാൻ, നിന്നെ എലിയാക്കിയിടും. കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ ഞാനിലൊരു ഷാറുഖ് ഖാൻ വന്നോന്നൊരു സംശയം. ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. ഒന്ന് കുറച്ച് സംസാരിക്കൂ. എല്ലാരും ഇതൊന്ന് അനുഭവിച്ചറിയേണ്ടതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും 1 പോയിന്റ് നമ്മൾ ഈ ടീമിന് കൊടുക്കുകയാണ് കേട്ടോ. നിതിൻ ഓക്കെ. സുമ, ഈ പാട്ട് പാടി എങ്ങനെ ഇരിക്കുന്നുള്ളത് കേൾക്കാൻ ഒരു ആഗ്രഹം. പൂച്ച 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 പെണ്ണെ പുലിയാക്കും ഞാൻ, നിന്നെ ഇരിയാക്കും ഞാൻ, വീടൊന്നുണ്ടാക്കും ഞാൻ. കല്യാണി രാഗത്തിൽ തില്ലാന പാടുവാൻ കല്യാണം ചെയ്തിടും ഞാൻ, നിന്നെ എല്ലൂരി ഇല്ലാ
സംഗതി ഒക്കെയാണോ? വളരെ ഓക്കെയാണ്. ഈ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നു സിമ്പിൾ സോങ്ങും കൂടെ പാടാൻ പറ്റും. ഹരിമുരളീരവം. ഓക്കെ, അല്ലെങ്കിൽ ശങ്കര മതി. ശങ്കര നാദശരീര പരാ വേദവിധാര ജീവേശ്വര. ഇനി ആ ശങ്കര ശരിക്കും ഒന്ന് കേക്കണ്ടേ? ശങ്കര നാദശരീര പരാ വേദവിധാര ജീവേശ്വര. ശങ്കര നാദശരീര പരാ വേദവിധാര ജീവേശ്വര. ശങ്കര ഭാവയാണെങ്കിലും പാട്ടിന്റെ കാര്യത്തിൽ ഭയങ്കര പുല്ലിയാണ് കേട്ടോ. അടിപൊളി. ഓക്കെ സുരാജേട്ടാ, ഒരു രക്ഷല്ല, അടിപൊളി. ഞാൻ ലൈവ് ഇതുപോലെ പാടുന്ന കേൾക്കുന്ന ഫസ്റ്റാ. എനിക്കറിയില്ലായിരുന്നടാ നിന്നിൽ ഇത്രയും വലിയൊരു കലാകാരൻ ഉറങ്ങിക്കിടന്നിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു ശബ്ദവും വരാത്ത ആ സാധനത്തിൽ നിന്ന് രണ്ടുപേരും കൂടെ എന്തൊരു ആത്മാർത്ഥ ഒരു ശബ്ദം സാധനം വരും. ഇത് ചൂടാക്കി എപ്പോഴേ വെച്ചേക്കണെന്നറിയാം. പാട്ട് പാടി വയ്ക്കണം. തട്ടുദോശ ഉണ്ടാക്കാനായിരിക്കും. എങ്ങടാ അതാ വരുന്നു. ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കി തന്നേന് അത്യാവശ്യം പേയ്മെന്റ് തന്നില്ലേ? ഒരു 10 ദോശ വൈകുന്നേരം പാർസലും വേണം. അതാ തട്ടുദോശ. സുരാജന ഈ വിഷ്വൽ കോമഡി വേണോ? ഞാൻ എന്റെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചോണ്ട. അവിടെ നിന്ന് ഇവിടം വരെ വന്ന് വല്ല കാര്യം പാട്ടുപാടി കയറ്റി വെച്ചേക്കണേ ഇറക്കല്ലേ. അവരെ കാര്യം അറിയാം. ശരി, സുമയുടെ ആ ഒരു പാട്ടിൽ ഇങ്ങനെ ഞെട്ടിയിരിക്കുകയാണ് സംഗീത ലോകം മൊത്തം. അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ട്? അങ്ങനെയാണെങ്കിൽ വീണ്ടും സംഗീത ലോകത്തെ ഞെട്ടിക്കാൻ അത് ഏതർത്ഥത്തിലാന്ന് ഞാൻ പറയുന്നില്ല. അടുത്ത 2 പേര് വന്നിട്ടുണ്ട്. അപ്പൊ അർജുനും അതുപോലെ തന്നെ അനുവും ഇവർക്കുള്ള ടാസ്ക് നമ്മൾ കൊടുക്കാണ് കേട്ടോ. ഓക്കെ, ഗെറ്റ് സെറ്റ് ഗോ. ഇവിടെ കരിപ്പെട്ടി ഉണ്ടോ അനു? ദേ, ഇത് കരിപ്പെട്ടിയോ? കറുപ്പല്ലേ ഇത്? അടുത്ത നോക്കാം. എങ്ങടാ എങ്ങടാ? ആ, എന്താ? ഹലോ, അനുവിന്റെ പാട്ട് കേൾക്കൂട്ടോ എല്ലാരും. ബുള്ളറ്റ്. ഞാൻ പറയാൻ പോണല്ലോ. ആ, പറ. ഒരു മിനിറ്റ്. കറുപ്പിനഴക്, വെളുപ്പിനഴക്, പുലരിയിലെ പതിമഴയിൽ 17 അഴകാണ്. മെഴിക്കുമഴക്, മെഴിക്കുമഴക്, ഒന്ന് തൊടാൻ മെഴിയഴകം, ഒഴിക്കും മോഹമായി ലക്ഷ്മി ചേച്ചി. അത്ര അറിയാവോ? മതി, ധാരാളം. എണീറ്റു, എണീറ്റു. ശരിക്കും ഇതിനല്ലേ കീബോർഡ് വായിക്കാൻ സാജൻ കാണിക്കുന്ന ഒരു മനസ്ഥിതി ഉണ്ടല്ലോ. എന്റെ പൊന്നോ. മറ്റേ പാട്ട് ഏതാ? പുതിയ മുഖം. ആ, പുതിയ മുഖം, പുതിയ മുഖം, എന്തോ പുതിയ മുഖം, പുതിയൊരു പുതിയ മുഖം, പുതിയ മുഖം, പുതിയ മുഖം, ഇനിയൊരു പുതിയ മുഖം. മതി, കൈയടിച്ച് വേഗം വീട്ടിൽ കൊണ്ടാക്കാം. ഓക്കെ, ഇനി ഈ സോങ് കറക്റ്റ് ആണെന്നുള്ളത് അറിയണ്ടേ? നമ്മളൊരു കറുപ്പും ഇങ്ങനെ കണ്ടുള്ളൂ. അപ്പോ റൈറ്റ് സോങ് ഏതാണ് നോക്കാം. ഓക്കെ, അപ്പൊ ഇതില് കറുപ്പിനഴക് വെളുപ്പിനഴക്. അനു ആദ്യമായിട്ട് ഈ ഫ്ലോറിൽ വന്നിട്ടുള്ള ഗസ് തെറ്റിയില്ല. അതെ, ഞാൻ അവിടെ ഗംഭീരം. പോയി നോക്കുന്നതിന് മുന്നേ എനിക്ക് അറിയായിരുന്നു അഴക്. ആ അഴകിലാണ് കുട്ടി വീണത് അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും 1-1. ഓക്കെ, സുരാജ് ഏട്ടാ, ഏതൊക്കെ ടീമിനെ ആരൊക്കെയാ റപ്പ് ചെയ്യണമെന്നൊന്ന് പറയും. ഞാന് സുമയുടെ ടീമിനെടുത്തു. ഓക്കെ, മതി. സുമിയുടെ ടീമിന് നവി ചേച്ചിയും ബാക്കി ടീമിന്റെ ഒന്നൊരു ടീമിനെ ഞാൻ എടുത്തു. സുരാജ് ഏട്ടനും. ശരി, ഹരിതയാണ് ഇനി ഗെയിം കളിക്കണ്ടേ. ഈ ടീമിന്ന് നമ്മുടെ രജനികാന്ത് ഇറങ്ങട്ടെ. ഓക്കെ, അപ്പോ ഇനി നമ്മൾ ഇവർക്കുള്ള ടാസ്ക് കൊടുക്കണം. നെക്സ്റ്റ് പ്ലീസ്.
നമ്മളെപ്പോ ഓടി ഇതിന്റെ വഴി ഉറപ്പല്ലേ? ഓക്കെ. കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമനക്കിന്നാരം പൂമ്പൊടിയായി പൂമഴയായി പൊന്നോമനക്കിന്നാരം ഈ കൈവളകൾ കുഞ്ചും ആയിരം പൂക്കാലം ഈ പുഞ്ചിരിതൻ പാൽക്കടലിൽ ഞാൻ ആയിരം പൂന്തോണി ഒന്നു വന്നു കൂട്ടുനിന്നു ഒന്നു മിണ്ടി മിണ്ടില്ല കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല. ഓ നൈസ്, അടിപൊളി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇഷ്ടായില്ലേ? വളരെ നന്നായിട്ട്. ഓ, എണീക്കാൻ തോന്നുന്നില്ല. അതെ, ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ക്യാരക്ടറിന്റെ പേര് ഇരുന്നിട്ട് പറഞ്ഞാൽ മതി. ശ്യാമയും രാധികയും. ആരാ? ഡബിളാ. നിങ്ങളില്ല? ഡബിളാ. നിങ്ങളില്ലേ? ശരി, ഈ ശ്യാമയും രാധിക അല്ലേ? ആ. എന്താണ് ആ ഒരു കഥ? അത് നമ്മുടെ ശ്യാമാമരത്തിന്റെ സെക്കൻഡ് സീസൺ ആണ്. അപ്പൊ ശ്യാമ അമ്മ ക്യാരക്ടറും മോള് രാധിക ക്യാരക്ടറും അമ്മയും മോളുമായിട്ടുള്ള ക്യാരക്ടർ. ഇവര് തമ്മിൽ സ്നേഹാണോ അതോ മൊത്തത്തിൽ പ്രശ്നമാണോ? ഇല്ല, അവര് തമ്മിൽ കണ്ടിട്ടില്ല. അവര് തമ്മിൽ അയ്യോ കഷ്ടായി പോയി. കട പറയുന്ന പോലെ. ശരി, എന്നാ ഒരു മുത്തശ്ശി കഥ നിങ്ങൾ കേട്ടല്ലോ അല്ലേ? അപ്പൊ എന്തായാലും ആ ഒരു ഹാങ് ഓവറിൽ പതുക്കെ എണീപ്പിക്കാം. അർജുൻ അസലായിട്ട് പാടിട്ടാ. നമ്മള് അല്ല, ഇതിൽ ആൻസർ ശരിയാണോ എന്നുള്ളത് അറിയണ്ടേ? കണ്ടു കണ്ടില്ല ഓക്കേ, സുരാജേട്ടൻ വന്നു. താങ്ക്സ് ഫോർ ട്രസ്റ്റിംഗ് us. ശരി, അപ്പോ ഈ ടീമിൽ നിന്ന് തനുജ് വരൂ, ശ്രുതി വരൂ. തമിഴാണോ തനൂജ്? ബോൺ ആൻഡ് ബോർഡ് ഓഫ് ചെന്നൈയാണ്, സോ മോസ്റ്റ്ലി തമിഴ് സോങ്സ് ആണ് അറിയാം. ഓക്കെ, ഇതിലിപ്പോ ഇൻ കേസ് നമ്മളിപ്പോ കാണിക്കുന്ന ഈ ഒരു ഇമോജീസിൽ തമിഴ് ലൈക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തമിഴ് സോങ് ആണെങ്കിലും ദാറ്റ്സ് ഫൈൻ. റെഡി? ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പാട്ട് പറഞ്ഞിട്ടിരുന്നാ മതി. മിന്നലേ മിന്നലേ താഴെ വരും. ഇങ്ങനെയൊക്കെ താഴെ വരൂ. மின்னலை பிடித்து தேகத்தை தடுத்து பெண் என்று வளைத்து வீதியில் விட்டு விட்டாய். ஓகே, இந்த மாதிரி தமிழ் பசங்க எல்லாம் இங்க கொண்டு வந்து இந்த மாதிரி ஆட்டத்துக்கு நான் இல்ல. അല്ല, ரஜினிகாந்தோட பொண்ணுடா, രജനീകാന്തോടെ പൊണ്ണിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. പ്ലാസ്റ്ററും കൂടെ മേടിച്ചോണേ. എവിടെ വായിലൊട്ടിക്കാനാ? എനിക്കിവിടെ വർത്തമാനം കെട്ടിട്ട് ചൊറിഞ്ഞോണ്ട് വരുത്. ഒന്നും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. டிஜே எവിടെ? എന്തിയ മോനെ? അമ്മ കൊഞ്ചം അടങ്ങമ്മ. എന്തായാലും രജനീകാന്ത് വരട്ടെ. பார்க்கத்தானே போற இந்த காளியோட ஆட்டத்தை. മിന്നലേ മിന്നലേ താഴെ വരൂ, ഭരതകമാലകൾ പെയ്യും ഞാൻ കൊണ്ടുവരൂ. ബാക്കി പാട്. പവിഴപ്പൂക്കളെ വരൂ, പവിഴപ്പൂക്കളെ വരൂ, പ്രണയ ചെണ്ടുമായി വരൂ. ചേച്ചി എന്നെ ഇറക്കാൻ പറയാ, ഞാൻ ഇവിടെ ബോധം കെട്ടി വീഴും ചേച്ചി. ശരി, അപ്പൊ ഇനി ടീമേ നോക്കണ്ടേ? ആ, സുമ വരൂ. അപ്പുറത്തുനിന്ന് സുമയാണ്. ഈ ടീമിൽ നിന്ന് സുമ. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അടുത്തത് പിടിക്കവനെ എന്നെ ഇന്ന് തിങ്കളാഴ്ച വെള്ളിയാഴ്ച ആവട്ടെ. ഓടിക്കോ. മറ്റു പരിപാടി ഇവനെ ഒന്നും മനസ്സിലായിട്ടില്ല കേട്ടോ. സുമ എന്ത് ചെയ്യാഞ്ഞേ? പുള്ളിക്ക് ഇച്ചിരി വൈബ്രേറ്റ് ചെയ്യുമ്പോ എന്തെങ്കിലും ബുദ്ധി നന്നായിട്ട് വന്നാലോ. അമ്മ മഴക്കാരിൽ കണ്ണു നിറഞ്ഞു. എന്റെ ടീമാന്ന് നോക്കണ്ട, കൊന്നുകളഞ്ഞേക്ക്.